മലയാള സിനിമയിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പല മൊഴികളും തന്നെ ഞെട്ടിച്ചു എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വന്നിരിക്കുന്നത്. അതിൽ തന്നെ സ്ത്രീകൾ വലിയ തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നുണ്ട്. അവസരങ്ങൾ കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ചൂഷണം ചെയ്യുന്നവരിൽ മലയാള സിനിമയിലെ പ്രധാന നടന്മാർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. പഴങ്ങാത്ത നടികളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം മലയാള സിനിമയിൽ നിലനിൽക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നവരിൽ ചില സംവിധായകരും നിർമ്മാതാക്കളുമുണ്ട് എന്ന് തുടങ്ങി മലയാള സിനിമയിൽ പിന്നാമ്പുറത്ത് നടക്കുന്നത് അടിമുടി സ്ത്രീ വിരുദ്ധതയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളുമാണ് എന്ന് തുറന്നു പറയുന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. നിർണായകമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളമാണ് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിളിച്ചു പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മലയാള സിനിമയിൽ മാറാൻ പോകുന്നു. കാരണം ഇതിലെ ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ ഒരുപക്ഷെ പരാതിക്കാർ കൂടുതൽ മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മലയാള സിനിമയിലെ ചില സംവിധായകർ, ചില നിർമ്മാതാക്കൾ, ചില പ്രധാന നടന്മാർ ഒക്കെ തന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ മുൻപന്തിയിലാണെന്നും അതിന് വഴങ്ങാത്തവരെ സിനിമ കാണിക്കാതെ അവരെ പുറത്താക്കുന്നതിൽ നിൽക്കുന്നുണ്ട് എന്നുമുള്ള സുപ്രധാനമായ കണ്ടെത്തലുകൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട്. ഇതടക്കം സ്ത്രീകൾ മലയാള സിനിമാ രംഗത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും കുറിച്ചിട്ടുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 233 പേജുള്ള റിപ്പോർട്ട്. അതിൽ നിർണായകമായ മൊഴിപ്പകർപ്പുകൾ അടങ്ങിയ അനുബന്ധ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങേയറ്റം നടുക്കുന്നതും ഞെട്ടിക്കുന്നതുമായ മൊഴികളാണ് തനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്ന് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമയിൽ സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷത്വം എന്ന് പറയുന്നതിനെ, ആണത്വം എന്ന് പറയുന്നതിന് ഒരു പുതിയ നിർവചനം നൽകേണ്ടതുണ്ട്. അത് കൂടുതൽ ദയാവായ്പുള്ളതായിരിക്കണം, അത് ജനാധിപത്യപരമായിരിക്കണം, അത് സഹപ്രവർത്തകരെ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന, അവരോട് സഹാനുഭൂതിയിൽ പെരുമാറുന്ന ഒരു പുതിയ ആശയമായി ഈ ആണത്വം അല്ലെങ്കിൽ ആ പുരുഷത്വം എന്ന് പറയുന്നതിനെ മാറ്റിയെടുക്കണം. അതിനൊരു പുനർനിർവചനം വേണം എന്നും പറയുന്നു. മലയാള സിനിമയിൽ അങ്ങേയറ്റം മോശമായ, അങ്ങേയറ്റം നീചമായ ചില പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അതിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്ന് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളതാണ്. പല നടിമാർക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു ഒരു അവസരം കിട്ടാൻ. അതിന് വഴങ്ങാത്തവരുണ്ടെങ്കിൽ, വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സിനിമയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ ചൂഷണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മലയാള സിനിമയിലെ പ്രധാന നടന്മാർ കൂടി ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. ചില സംവിധായകരും ചില നിർമ്മാതാക്കളുമൊക്കെ സ്ത്രീകളെ അവർ വഴിവിട്ട കാര്യങ്ങൾക്ക് അവരെ നിർബന്ധിക്കുന്നുണ്ട് എന്ന കണ്ടെത്തൽ കൂടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തെ, സ്ത്രീ വിരുദ്ധതയെ, പുരുഷാധിപത്യത്തെ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കങ്ങൾ പുറത്തു വരുന്നു. സമഗ്രമായ ഒരു മാറ്റത്തിന് മലയാള സിനിമ, ഒരു പരിവർത്തനത്തിന് മലയാള സിനിമ പരുവപ്പെടേണ്ടി വരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. അതിൻ്റെ ചുവട് പിടിച്ചാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അല്പം മുൻപ് 24 പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് സമഗ്രമായ ഒരു പുതുക്കിയ സിനിമാ നയം ആവശ്യമാണ്. ആ കാര്യത്തിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നു എന്ന്. കാര്യങ്ങൾ തുറന്നു പറയുന്നവർക്ക് മലയാള സിനിമയിൽ മോശം അനുഭവമാണ് എന്നാണ് കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ പല താരങ്ങളും, വനിതാ താരങ്ങൾ പറഞ്ഞത്. അത് പലരും പറയാൻ അത് ഭയക്കുന്നുണ്ട്. ലൈംഗിക ഉപദ്രവം തുറന്നു പറഞ്ഞാൽ തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം, പിന്നീട് വേട്ടയാടപ്പെടുന്ന സാഹചര്യം, മോശക്കാരി എന്ന തരത്തിൽ ഭാവിയിൽ ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ മലയാള സിനിമയിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് കമ്മിറ്റിക്ക് മുൻപാകെ പലരും മൊഴി നൽകിയത്. കമ്മിറ്റി ഈ ലൈംഗിക അതിക്രമം സംബന്ധിച്ചുള്ള മൊഴി കേട്ട് കമ്മിറ്റി ഞെട്ടിത്തരിച്ച സംഭവങ്ങൾ പോലും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ ഒരു വിലക്കിൻ്റെ ഗ്രൂപ്പ്, അതായത് മലയാള സിനിമയിലെ വിലക്ക് എന്നത് വനിതാ താരങ്ങളും നേരിട്ടിരുന്നു എന്ന വിവരം കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി ഒരു പവർ ഗ്രൂപ്പ് തന്നെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാരാണ് ഇത്തരം ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത്. ഇവരാണ് മലയാള സിനിമയിൽ ഒരു വലിയ ഭാഗത്തെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയിലെ അങ്ങനെയുള്ള മുഴുവൻ പ്രശ്നങ്ങളെ പറ്റിയും ഈ പുറത്തു വന്ന റിപ്പോർട്ടിൽ കമ്മിറ്റി പരാമർശിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നത് പേജ് 55 കമ്മിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനനുബന്ധമായ ചില പ്രധാനപ്പെട്ട മൊഴികളും പ്രധാനപ്പെട്ട വിവരങ്ങളും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പക്കൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി അതൊരു കണ്ടെത്തലായി തന്നെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഈ നടിമാർ താമസിക്കുന്ന ഹോട്ടലുകളിൽ നടന്മാർ വാതിലിൽ മുട്ടുന്ന പതിവുണ്ട് എന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അത് പേജ് 55 ആ പരാമർശമുള്ളത്. അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. നമ്മൾ മലയാള സിനിമയെ പറ്റി നേരത്തെ കേട്ടിരുന്നത് അത് പലതും സിനിമാ കഥയാണ് എന്നാണ് കരുതിയതെങ്കിൽ അതല്ല.
സിനിമാ കഥയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്, മലയാള സിനിമയിലെ തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഇതാ വ്യക്തമാക്കപ്പെടുകയാണ്. കമ്മിറ്റിക്ക് മുൻപാകെ ലഭിച്ച മൊഴി അത് കേവലം സിനിമാ കഥയല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി നൽകിയവരുടെ പേരുവിവരങ്ങൾ കമ്മിറ്റി പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിച്ച റിപ്പോർട്ടിലില്ല. എങ്കിൽ പോലും നടിമാർ താമസിക്കുന്ന ഹോട്ടലുകളിൽ നടന്മാർ വാതിലിൽ മുട്ടുന്ന പതിവുണ്ട് എന്ന് പേജ് 55 ഈ റിപ്പോർട്ടിൻ്റെ 55ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താണ്, രക്ഷിതാക്കൾ പോലും ഒപ്പം പോകേണ്ടി വരുന്നു ഇവരോടൊപ്പം, എന്ന് വെച്ചാൽ വനിതാ താരങ്ങളോടൊപ്പം രക്ഷിതാക്കൾ അവരുടെ സുരക്ഷ ഒരുക്കാൻ രക്ഷിതാക്കൾക്ക് അവരോടൊപ്പം ഈ സിനിമാ സെറ്റുകളിലേക്ക് യാത്ര പോകേണ്ടി വരുന്നു. അങ്ങനെ മാതാപിതാക്കളെ കൂട്ടിയാണ് ഈ താരങ്ങൾ സിനിമാ സെറ്റിൽ എത്തുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്നതാണ് കമ്മിറ്റി അവിടെ സൂചിപ്പിക്കുന്നത്. ഓർക്കണം, എത്ര ഗൗരവമുള്ള, എത്ര ഗുരുതരമായ ആരോപണമാണ് മലയാള സിനിമ നേരിടുന്നത്.